Hi friends, welcome back to our channel. എപ്പം സ്ലീവ്സിൻ്റെയും ഡ്രസ്സിൻ്റെ ചുരിദാറിൻ്റെ കട്ടിംഗ് ഒക്കെ ഇടുമ്പം എൻ്റെ അടുത്ത് കൂടുതൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിശ്വാസത്തോടെ ഇന്ന് ഈ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ എന്നെ ഒത്തിരി ഫ്രണ്ട്സ് അന്വേഷിക്കുന്നുണ്ട്, എന്ത് പറ്റി പല്ലവി വയ്യാണ്ടിരിക്കുകയാണോ, എന്തേ കാണാത്തതെന്നൊക്കെ. അപ്പോൾ ഞാൻ സുഖമായിരിക്കുന്നു, ഇത്തിരി ബിസി ആയിപ്പോയി. എന്തുകൊണ്ടാണെന്ന് ഉടനെ തന്നെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ സ്ലീവ്സിനെയാണ് കവർ ചെയ്യാൻ പോകുന്നത്. സ്ലീവ്സിന് വരുന്ന റിങ്കിൾസ് എങ്ങനെയാണ് മാറ്റുക, അത് നമ്മൾ കട്ടിങ്ങിൽ എന്തൊക്കെ മാറ്റമാണ് വരുത്തേണ്ടത്, അതുപോലെ അതിൻ്റെ സ്റ്റിച്ചിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പല്ലവി നായരാണ് ഫ്രണ്ട്സ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പല്ലവി ആൻഡ് ബ്ലോഗ്സ്. അപ്പോൾ നമുക്ക് വീഡിയോ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സ്ലീവ്സിന് വേണ്ടിയിട്ട് എപ്പം ഇതുപോലെ ഫാബ്രിക് എന്ന് പറഞ്ഞാൽ 2 പീസ് ഫാബ്രിക്കാണ് വേണ്ടത്. അപ്പോൾ നല്ല വശം ഇങ്ങനെ ഫേസ് ടു ഫേസ് ഇട്ടിട്ട് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ വയ്ക്കുക, എന്നിട്ട് ഇങ്ങനെ 4 ഫോൾഡാക്കി എടുക്കുക. ഈ ഫോൾഡഡ് സൈഡ് ഇപ്പം മുകളിലോട്ടാണ്, എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഓപ്പൺ സൈഡ് എൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ടാണ് ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തിരിച്ച് വയ്ക്കുക. എങ്ങനെയാണ് നിങ്ങൾക്ക് ഈസി അതുപോലെ. ഇതിപ്പം ഫോൾഡഡ് സൈഡ് എൻ്റെ സൈഡിലോട്ടാണ് ഉള്ളത്, ഓപ്പൺ സൈഡ് വന്നിട്ട് എൻ്റെ അപ്പോസിറ്റ് സൈഡിലാണ് ഇരിക്കുന്നത്. ഈ ഫോൾഡഡ് സൈഡിൽ നമ്മൾ ഇനി മാർക്ക് ചെയ്യേണ്ട എങ്ങനെ, ആദ്യം ഞാൻ ഒരു സ്ലീവ്സ് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ടാകുമ്പോൾ അതിൻ്റെ അകത്ത് ലോങ് സ്ലീവ്സ്, ഷോർട്ട് സ്ലീവ്സ്, അതുപോലെ ബൈസെപ്സ് വരെയുള്ള സ്ലീവ്സും അതൊക്കെ ഞാൻ അതിൽ വ്യത്യാസം എങ്ങനെയാണ് വരുത്തേണ്ടതെന്ന് കൂടെ പറഞ്ഞുതരാം. നോർമലായിട്ട് എല്ലാ കൂട്ടുകാരും 3-3.5 ഇഞ്ചായിരിക്കും മാർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു 3.5 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് എടുക്കാം. 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചെടുക്കുകയാണ്. ഇവിടെ നിന്നാണ് വരച്ചത്, ഈ ഫോൾഡഡ് സൈഡിൽ നിന്ന് ഓപ്പൺ സൈഡിലോട്ടാണ് വരച്ചിരിക്കുന്നത്. കുറച്ച് ബിഗിനർ കൂട്ടുകാരും നമ്മൾ ചാനലിലുണ്ട്, അവർക്കും മനസ്സിലാവേണ്ട വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആം ഹോളിൻ്റെ റൗണ്ട് എത്രയാണ് എന്ന് വെച്ചാൽ നമ്മൾ ഡ്രസ്സിൻ്റെ അകത്ത് വരുന്ന ആം ഹോൾ എത്രയാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആം ഹോളിന് ചുറ്റും അളവെടുത്താലും ഫ്രണ്ട്സ് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തെടുക്കണം. ഇങ്ങനെ ചുറ്റിയെടുക്കുമ്പോൾ ഇപ്പോൾ ഒരു 18-19 കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം ഇവിടെ മാർക്ക് ചെയ്യാൻ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ 2 പീസാണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടത് ഒരു 8 ഇഞ്ചാണ് വേണ്ടത് ഒരു സൈഡിൽ. അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ഫോൾഡഡ് സൈഡിൻ്റെ കോർണർ തൊട്ട് നമ്മൾ മാർക്ക് ചെയ്ത് ഇതിനോട്ട് 8 ഇഞ്ച് എവിടെയാണ് വരുന്നത് നോക്കുക. ഈ 8 ഇഞ്ച് ഇങ്ങനെ വെക്കുക, എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് എവിടെയാണ് കിട്ടുന്നത് നോക്കുക. ഇവിടെയാണ് കിട്ടുന്നത്. അപ്പോൾ അത് നമ്മളിവിടെ മാർക്ക് ചെയ്ത് എടുക്കുക. ഫസ്റ്റ് ചെയ്യാനുള്ളത് ആദ്യം നമ്മൾ എന്താ ചെയ്തത്, ബൈസെപ്സിൻ്റെ വീതിയാണ് ഇവിടെ കൊടുത്തത്. നോർമൽ സ്ലീവ്സാണ് കട്ട് ചെയ്യുന്നത്. അപ്പം 3.5 ഇഞ്ച് ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എത്രയാണ് നമ്മളെ ആം ഹോൾ റൗണ്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിവിടെ വെക്കുക, എന്നിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുക ഫസ്റ്റ് എന്ന് വെച്ചാൽ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബോഡി പാർട്ടിൻ്റെ അകത്ത് ഒരു സീം കൊടുക്കുമല്ലോ, പിന്നിട്ട് നമുക്ക് എക്സ്ട്രാ ഫാബ്രിക് ഇവിടെ കൊടുക്കുന്നത് അത് എത്രയാണ്, 1 ഇഞ്ചോ 1.5 ഇഞ്ചോ നിങ്ങൾ എങ്ങനെയാണ് എപ്പം കൊടുക്കുന്നത് അതുപോലെ മാർക്ക് ചെയ്യുക. ഞാൻ 1.5 ഇഞ്ചാണ് കൊടുക്കാറ് ബോഡി പാർട്ടിൽ. ആ 1.5 ഇഞ്ചും കൂടെ ഇവിടെ മാർക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരു 2.5 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്യാം. ഇതെന്ന് വെച്ചാൽ മീഡിയം സൈസ് വരെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിനെക്കാട്ടി വലിയതാണെന്നുണ്ടെങ്കിൽ ഒരു 2.25 വെച്ചിട്ട് മാർക്ക് ചെയ്യാം. ഈ 2.5 ഇഞ്ചിനെക്കാട്ടിയും കുറച്ച് ഇത് മാർക്ക് ചെയ്യരുത് നോർമൽ സ്ലീവ്സ് ആകുമ്പോൾ. ലോങ് സ്ലീവ്സ് ആകുമ്പോൾ അതെങ്ങനെയാണ് മാറി വരുന്നത് അതും കൂടെ പറഞ്ഞുതരാം. എന്നിട്ട് ഇവിടുന്ന് ഒരു ഫ്രീ ഹാൻഡായിട്ട് ഇതിനെ ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് ഇവിടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ കാണുമ്പോൾ ഇതൊരു ആർച്ച് പോലെ ഇരിക്കും, ഇതുപോലെ കണ്ടോളൂ. ഇങ്ങനെ വേണം അത് കാണാൻ. ഇത് നമ്മളെ ഫോൾഡഡ് സൈഡാണ്, ഇങ്ങനെ വേണം നമുക്കത് കാണാൻ. എന്നിട്ട് ഇവിടുന്ന് ഒരു ചെറുങ്ങനെ, ഇതിങ്ങനെ പോയിൻ്റ് ആക്കാൻ പാടില്ല, ചെറുങ്ങനെ ഒരു കർവ് കൊടുത്തിട്ട് ഈ നമ്മളെ എക്സസ് കൊടുത്ത തുണിയിലേക്ക് അതിനെ കണക്ട് ചെയ്ത് കൊടുക്കാം. റിങ്കിൾസ് മാറ്റേണ്ട എങ്ങനെയെന്നും കൂടെ പറഞ്ഞുതരാം. ഫ്രണ്ടിലത്തെ നിങ്ങൾ ഈ സ്ലീവ്സിൻ്റെ ഓപ്പൺ, നമ്മളെ കൈ വരുന്ന ഓപ്പൺ എത്രയാണെന്ന് വെച്ചാൽ അതിങ്ങനെ അളവെടുക്കാം. 10 ഇഞ്ചാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അര ഇവിടെ 5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. എൻ്റെതിപ്പം 11 ഇഞ്ചാണ് വരുന്നത് ഷോർട്ട് സ്ലീവ്സ് ആകുമ്പോൾ. അപ്പോൾ ഞാൻ 5.5 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. എന്നിട്ട് അതിന് നമ്മൾ ഏതാണ് ആം ഹോളിൻ്റെ ഫിറ്റിംഗ് അവിടേക്ക് അതിനെ ഒരു ലൈൻ ആക്കിയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ 1.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 1.5 ഇഞ്ച് കൊടുക്കാം. ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മൾ എക്സ്ട്രാ ഫാബ്രിക്, നമ്മൾ ഡ്രസ്സും ചുരിദാറും ബ്ലൗസും ഒക്കെ കട്ട് ചെയ്യുമ്പോൾ കൊടുക്കുന്ന എക്സ്ട്രാ എത്രയാണ് നമ്മൾ ബോഡി പാർട്ടിൽ കൊടുത്തിരിക്കുന്നത് ആ ഫാബ്രിക്കാണ് നമ്മൾ ഇവിടെ കൊടുത്തത്. ഇനി എൻ്റെ പഴയ കൂട്ടുകാർ കാത്തിരിക്കുന്നു വെച്ചാൽ എങ്ങനെയാണ് റിങ്കിൾ ഫ്രീ ആയിട്ട് നമുക്ക് തയ്ക്കാം. അപ്പം ഈ ചില സമയത്ത് നമ്മൾ ബോഡി പാർട്ടിൽ സ്ലീവ്സ് അറ്റാച്ച് ചെയ്താൽ ഈ സ്ലീവ്സ് വന്നിട്ട് ഇങ്ങനെ ആയിരിക്കും റിങ്കിൾസ് കിടക്കുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ കൊടുത്ത കർവ് ഇല്ലേ അത് കൂടിപ്പോയിട്ടുണ്ടെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സ്ലീവ്സ് റിമൂവ് ചെയ്യാം. എന്നിട്ട് ഇത് കുറേയും കൂടെ ചെത്തിയിട്ട്
അത് കട്ട് ചെയ്തെടുക്കാം. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ഏതാണ് ബോഡി പാർട്ട് നിങ്ങൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചുരിദാറിൻ്റെ അതിൻ്റെ അകത്ത്, ഇപ്പോൾ ഇതൊരു ചുരിദാറാണെന്ന് നിങ്ങൾ സപ്പോസ് വിചാരിച്ചോളും. ഇതൊരു ടോപ്പിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തിരിക്കുകയാണ് ചുരിദാർ. അപ്പം ഈ ആം ഹോൾ എത്രയാണ് നമ്മൾ കൊടുത്തിരിക്കണേ, ഇത് എക്സസ് തുണിയാണെന്ന് വിചാരിച്ചോളും. ഇതാണ് ആം ഹോല്. അപ്പോൾ ഈ ആം ഹോല് നമ്മൾ എത്രയാണ് കൊടുത്തിരിക്കുന്നത് അതിന് അളവിന് വേണം എപ്പോൾ ഇത് കൊടുക്കാൻ. ഇത് കൂടിപ്പോയാലും അതുപോലെ ഇത് അകത്തോട്ട് പോയാലും നമുക്ക് ഇവിടെ ബോഡി പാർട്ടിൽ റിങ്കിൾസ് കാണും. 2 ദിവസം മുൻപ് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു, ചേച്ചി ഇത് വന്നിട്ട് ടൈറ്റായി എന്ത് ചെയ്യണമെന്ന്. ചെസ്റ്റിൻ്റെ അവിടെ ടൈറ്റ് ആവുന്നുണ്ട്, സ്ലീവ്സ് ഇങ്ങോട്ടാണ് വലിക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്, സ്ലീവ്സ് അല്ല അവിടെ കറക്റ്റ് ചെയ്യേണ്ടത്. നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടത് ഈ ബോഡി പാർട്ടാണ് നമുക്ക് ഇങ്ങനെ ഒന്ന് കറക്റ്റ് ചെയ്യേണ്ടത്. എന്നാലേ ഇവിടെ കറക്റ്റ് അളവിന് ചെസ്റ്റിൻ്റെ അവിടെ ഇവിടെ തുണി കിട്ടുമ്പോൾ ഈ പിടുത്തം മാറത്തുള്ളൂ. അപ്പോൾ ഈ സ്ലീവ്സ് നമ്മൾ ഇളക്കി കട്ട് ചെയ്തിട്ട് ഒരു കാര്യം അവിടെ ഇല്ല. ഇതാണ് സ്ലീവ്സിൽ വരുന്ന റിങ്കിൾസ് എങ്ങനെ മാറ്റേണ്ടതെന്ന്. പിന്നെയെന്ന് വെച്ചാൽ ഇത് ഷോർട്ട് സ്ലീവ്സ് ആയത് നോർമലായിരുന്നു. ഞാൻ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു, ആവശ്യമുള്ള ആം ഹോൾ മാർക്ക് ചെയ്ത് വന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കണം. ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കണം. അതുപോലെ തന്നെ ഫ്രണ്ട് ഇവിടുന്ന് ഒരു 1/2 ഇഞ്ചും കൂടെ കുഴിച്ചെടുക്കണം. അതും ഇവിടുന്ന് ഇങ്ങനെ കുഴിച്ചിട്ട് ഇതിലിങ്ങനെ കണക്ട് ചെയ്തെടുക്കണം. താഴോട്ട് പോകാൻ പാടില്ല. ഈ ഇത്ര ഫാബ്രിക് നമ്മൾ ഫ്രണ്ട് പീസിൽ നിന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇവിടെയും ഫ്രണ്ട് പീസ് കുഴിച്ചെടുക്കുമല്ലോ നമ്മൾ ഫ്രണ്ട് പാർട്ടിലത്തെ ചുരിദാറിൻ്റെ, അതുപോലെ തന്നെ ഇതിനും കുഴിച്ചെടുക്കാം. പിന്നെ ഇത് വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നമ്മൾ കുഴിച്ചെടുത്ത ഭാഗം ഫ്രണ്ടിൽ തന്നെ വരണം. ഈ നല്ലോണം ഇരിക്കുന്ന കൂടുതലിരിക്കുന്ന ഭാഗം നമുക്ക് ബാക്ക് സൈഡിലോട്ട് വേണം. അപ്പോൾ അത് കവർ ചെയ്ത് വരുന്ന രീതിക്ക് വേണം തുണിയുടെ, ഇല്ലെങ്കിൽ റിങ്കിൾസ് കാണപ്പെടും. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഇനി ലോങ് സ്ലീവ്സ് എന്തുകൊണ്ടാണ് ലോങ് സ്ലീവ്സിൽ റിങ്കിൾസ് കാണുന്നതെന്ന് അതും കൂടെ പറഞ്ഞുതരാം. ഇത് ഒരു 4, 4.5, 5 ഇഞ്ചിൻ്റെ സ്ലീവ്സ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോർമൽ കട്ടിങ് പറയും. ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടും. ഓക്കെ. പിന്നെ ഞാൻ ഈ ബൈസെപ്സ് എടുക്കേണ്ട എങ്ങനെയെന്നൊക്കെ ഒത്തിരി വീഡിയോസ് ഓൾറെഡി സ്ലീവ്സിൻ്റെ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റിയെടുക്കാം. നമുക്ക് ലോങ് സ്ലീവ്സ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അത് നോക്കാം. ഇതുപോലെ തന്നെ നിങ്ങൾ 4 ഫോൾഡായിട്ട് ഫാബ്രിക് എടുക്കുക. ഫോൾഡഡ് സൈഡ് എൻ്റെ സൈഡിലോട്ടാണ് ഇരിക്കുന്നത്. മാറ്റങ്ങൾ എന്താണ് ഇതിൽ വരുത്താൻ പോകുന്നത്. അതുപോലെ തന്നെ ഹൈനെക്ക് ആണെന്നുണ്ടെങ്കിലും ഈ സെയിം ഫോർമാറ്റാണ് ഫോളോ ചെയ്യേണ്ടത്. ഹൈനെക്കിന് നമുക്ക് സ്ലീവ്സ് നോർമൽ സ്ലീവ്സ് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യരുത്. ഹൈനെക്ക് വരുമ്പോൾ അതിൻ്റെ സ്ലീവ്സിൻ്റെ കട്ടിങ് മാറും. ഇപ്പോൾ ഇത് നമ്മൾ തയ്ക്കാൻ പോകുന്ന ലോങ് സ്ലീവ് ആണെങ്കിൽ ഒരു 3 ഇഞ്ച് നമ്മൾ സാധാ സ്ലീവ്സിന് മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് ബൈസെപ്സ്, ഇത് ബൈസെപ്സ് എന്ന് പറയും ഇതിനൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് അഗൈൻ ഇതിനെ സ്ട്രേറ്റ് ലൈൻ ആക്കി വരയ്ക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫ്രണ്ട്സ് ചോദിക്കണം, റിപ്ലൈ തരുന്നതായിരിക്കും. മെസ്സേജ് കാണുമ്പോൾ തന്നെ റിപ്ലൈ അയക്കും. എത്ര ബിസി ആണെങ്കിലും മെസ്സേജ് നോക്കും. വീഡിയോ ഇട്ടില്ലെങ്കിൽ മെസ്സേജ് ഞാൻ നോക്കും. കൂട്ടുകാർ ചോദിക്കുന്ന മെസ്സേജിന് റിപ്ലൈ അയക്കാറുണ്ട്. ചില മെസ്സേജ് മാത്രം കുറേ വലിയ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഇതുപോലെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അത് റിഗാർഡിങ് വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം അങ്ങനെ ചോദിച്ച ക്വസ്റ്റ്യൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആ വീഡിയോ കാണുമ്പോൾ ഒന്ന് നോക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് ഇതുപോലെ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ആൻസർ കാണപ്പെടും. ഇത് ഞാൻ മാർക്ക് ചെയ്തത് ബൈസെപ്സ് ആണ്. ഇപ്പം ആദ്യം മാർക്ക് ചെയ്തത് കുട്ടി സ്ലീവ് ആകുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്തത് കൂടുതലായിരുന്നു. ഇപ്പം ലോങ് സ്ലീവ് ആണ്. ഇപ്പോൾ എൽബോ സ്ലീവ് ആണ് ട്രെൻഡിലുള്ളത്. അപ്പോൾ എൽബോ സ്ലീവ് ഒക്കെ തയ്ക്കുമ്പോൾ ഇതുപോലെ ഇവിടെ കുറച്ച് മാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതും കുറയ്ക്കാം. അതിൻ്റെ അകത്ത് 2.5 മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതേപോലെ അഗൈൻ 8 ഇഞ്ച് നമുക്ക് വേണം. 8 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഹൈ നെക്ക് വരുമ്പോൾ അതുപോലെ തന്നെ ഫോളോ ചെയ്യണം. അതിന് സ്ലീവ്സ് നോർമൽ സ്ലീവ്സ് കട്ട് ചെയ്താൽ അതിന് പിടുത്തം വരും. ഇത് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്. ഇവിടെ നമ്മൾ അതേപോലെ താഴെ ബൈസെപ്സ് എത്രയാണ് വരിക, കുറവായിരിക്കും, ഒരു 5 ഇഞ്ചൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഈ എക്സ്ട്രാ തുണി ഇതുപോലെ തന്നെ ഇവിടെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് എക്സസ് ഉള്ളത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇനി ഇതിങ്ങനെ അധികം കൂടുതൽ ആർച്ച് പോലെ ആക്കാൻ പാടില്ല. ഇത് ഇവിടുന്ന് ഇങ്ങനെ ചെറുങ്ങനെ കൊണ്ടുപോയിട്ട് ഇതിലിങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കണം. ഈ വ്യത്യാസങ്ങളൊക്കെ വരുത്തി നിങ്ങൾ സ്ലീവ്സ് കട്ട് ചെയ്ത് നോക്കണം. നല്ല പെർഫെക്റ്റായിട്ട് സ്ലീവ്സ് കിട്ടും. അപ്പം നിങ്ങൾ ഇതൊക്കെ ഫോളോ ചെയ്തിട്ട് സ്ലീവ്സ് കട്ട് ചെയ്തിട്ട് പുതിയ ഇനി ഡ്രസ്സ് തയ്ക്കുമ്പോൾ ചെയ്ത് നോക്കണം. എന്നിട്ട് എനിക്ക് ഈ വീഡിയോൻ്റെ താഴെ തന്നെ കമൻറ്റ് ചെയ്യണം. സാധാരണ പഴയ കൂട്ടുകാർക്ക് അറിയാം, അവർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.